ഗോവിന്ദനാമ കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പാരായണം നമ്മളിവിടെ നിർത്തിയിട്ട് പ്രഭാഷണത്തിലേക്ക് ശ്രദ്ധിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആദ്യത്തെ പ്രഭാഷണം ദശമം 20 രജനി സുകുമാരൻ കണ്ണൂര് ആണ്. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത കുടുംബത്തില് എന്ത് സൽക്കർമ്മങ്ങൾ നടക്കുമ്പോഴും നമ്മളുടെ കൂടെ പാരായണം ചെയ്യുവാനും പ്രഭാഷണത്തിനും പാരായണം ചെയ്യാനൊക്കെ ആയിട്ട് സജീവമായിട്ട് ഉള്ള ആളാണ് രജനി സുകുമാരൻ. ഭാഗവതഹംസം വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഭാഗവത നവാഹ യജ്ഞത്തിന്റെ 6ാം ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രഭാഷണം നടത്തുവാൻ വേണ്ടിയിട്ട് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ച് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരി ഓം. ഭാഗവതഹംസം വള്ളിയൂർ തിരുമേനിയുടെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് ഈ ഭാഗവത ഗ്രന്ഥത്തെ പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപിയായി കണ്ടു കഴിഞ്ഞാൽ ഈ ഗ്രന്ഥത്തിലെ ഓരോ സ്കന്ധങ്ങളെയും നമ്മൾ ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ടാണ് കണക്കാക്കാറ്. അങ്ങനെയാണെങ്കിൽ ഈ ദശമസ്കന്ധത്തെ ഭഗവാന്റെ മുഖമായിട്ടാണ് കൽപ്പിക്കുന്നത്. എല്ലാ അവയവങ്ങൾക്കും അതിന്റെ പ്രത്യേകതയുണ്ടെങ്കിലും മുഖത്തിന് നമ്മൾ ഒരു പ്രാധാന്യം കൂടുതൽ നൽകാറുണ്ട്. ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി ഒരു 10 മിനിറ്റ് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ പറ്റിയുള്ള ഒരു ധാരണ കിട്ടും. എന്നാൽ ഒരാളുടെ കാൽമുട്ടോ പാദങ്ങളോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ അത്രയ്ക്കങ്ങ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഈ ദശമസ്കന്ധം. 90 അധ്യായങ്ങളോടുകൂടി ഇരിക്കുന്ന ഈ ദശമസ്കന്ധം വളരെ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുകയോ അല്ലെ കേട്ട് കഴിയുകയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണാവതാരം പൂർണ്ണാവതാരമായതെന്ന്. ഇങ്ങനെയുള്ള ഈ ദശമസ്കന്ധത്തിലെ 20ാമത്തെ അധ്യായമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഒരു ദിവസം രാമകൃഷ്ണന്മാരോട് ഒരുമിച്ച് വനത്തിൽ പശുക്കളെ മേയ്ക്കാൻ പോയി തിരിച്ചു വന്ന ഗോപക്കുട്ടികൾ തങ്ങളുടെ അച്ഛനമ്മമാരോട് ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് അന്നത്തെ ദിവസം അവരൊരു കാട്ടുതീയിൽപ്പെട്ടതും അതിൽ നിന്ന് ഭഗവാൻ അവരെ രക്ഷിച്ചതുമായിട്ടുള്ള കഥ. ഇതുവരേക്കും ഭഗവാന്മാരുടെ അമാനുഷമായ പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞ ഈ ഗോപന്മാർക്ക് കുട്ടികളുടെ ഈ വർത്താനം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ രാമകൃഷ്ണന്മാർ വെറും ഇടയ ബാലന്മാരല്ലെന്നും ഞങ്ങളെ പല ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ വന്ന ദേവശ്രേഷ്ഠന്മാരാണ് ഇവരെന്നുമുള്ള ഒരു ഉത്തമ ബോധ്യം അവർക്കുണ്ടാവുകയും അതുകൊണ്ട് തന്നെ അവർ ഭഗവാന്മാരെ കൂടുതൽ ഭക്തിയോടെ ആദരിക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ഗോകുലത്തിൽ വർഷകാലം ആരംഭിച്ചിരുന്നു. നമുക്കറിയാം സൂര്യദേവൻ 7 മാസക്കാലം തന്റെ അതിതീവ്രമായ കിരണങ്ങളെ കൊണ്ട് ഭൂമിയിലുള്ള ജലമാകുന്ന ധനത്തെ ആകിരണം ചെയ്യുന്നു. സമയമാവുമ്പോൾ താൻ സ്വീകരിച്ചു വെച്ച ആ ജലത്തെ ഭൂമിയിലേക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും സൂര്യൻ ചിലപ്പോൾ നമ്മുടെ ഭരണാധികാരികളെ ചിലത് പഠിപ്പിക്കുകയാണോ എന്ന്. അതായത് ധനികരായ വ്യക്തികളിൽ നിന്നും എങ്ങനെയാണോ നികുതി സ്വീകരിച്ച് പാവപ്പെട്ടവരെ സഹായിക്കേണ്ടത് എന്ന് സൂര്യഭഗവാൻ നമ്മുടെ ഭരണാധികാരികളെ പഠിപ്പിക്കുന്നത് പോലെ തോന്നും.
ആ സമയമാകുമ്പോൾ ആകാശത്തിൽ കാർമേഘങ്ങൾ പരന്നു വരും. ഇത് കാണുമ്പോൾ ഗോകുലവാസികൾക്ക് തോന്നും അതും ഭഗവാനാണെന്ന്. ഇടയ്ക്കുണ്ടാവുന്ന മിന്നലുകളെ അവർ ഭഗവാന്റെ മഞ്ഞപ്പട്ടായിട്ടും ഇടിനാദത്തെ ഭഗവാന്റെ വേണുനാദമായിട്ടും അവർക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ കലിയുഗത്തിൽ പാഖണ്ഡ മതക്കാരുടെ അതിപ്രസരണം കൊണ്ട് എങ്ങനെയാണോ വേദങ്ങൾക്കും ഉപനിഷത്തുക്കൾക്കും ക്ഷീണം സംഭവിച്ചത്, അതുപോലെയാണ് ആ അവസരത്തിൽ ചന്ദ്രന്റെ അവസ്ഥ. കാർമേഘത്താൽ മൂടപ്പെട്ടു നിൽക്കുന്ന ചന്ദ്രന് തന്റെ പ്രഭാവം കാണിക്കാൻ ഒട്ടും സമയമുണ്ടാവില്ല. എപ്പോഴും കാർമേഘത്താൽ മൂടപ്പെട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ മയിലുകൾ മറ്റ് പക്ഷികളെ നമുക്കറിയാം, വൈകുന്നേരങ്ങളിൽ കാർമേഘങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തങ്ങളുടെ കൂടുകളിലേക്ക് അണയാൻ ശ്രമിക്കുമെങ്കിലും ഈ മയിലുകൾ ആ സമയത്ത് നൃത്തം ചെയ്യുകയാണ് ചെയ്യുക. ഈ മയിലിനും ചിലപ്പോൾ ഗോകുലവാസികളെ പോലെ തോന്നുന്നുണ്ടാവും ഈ കാർമേഘത്തെ കാണുമ്പോൾ ഭഗവാനായിട്ട്. കാരണം താൻ വേണ്ടെന്ന് വെക്കുന്ന മയിൽപീലി തന്റെ ശിരസിൽ ചൂടി തന്റെ പേരും പ്രശസ്തിയും ഇത്രയും വർദ്ധിപ്പിച്ച ഈ ഭഗവാനോടുള്ള ഒരു ആദരം എന്ന കണക്കെ ഈ മയിൽപീലി വിടർത്തി നൃത്തമാടാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇടി മുഴക്കമുണ്ടാകുമ്പോൾ തന്റെ പ്രത്യേക തരത്തിലുള്ള ഒരു ഒച്ചയിൽ കൂവാനും തുടങ്ങും. ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വേനൽക്കാലം മുഴുവൻ ഒരു തുള്ളി വെള്ളത്തിനായി ദാഹിച്ചിരുന്ന സസ്യങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടുമ്പോൾ അത് അതിന്റെ സന്തോഷം ഫലങ്ങളായിട്ടും പുഷ്പങ്ങളായിട്ടും നമുക്ക് തന്നു തുടങ്ങും. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചെറിയ പ്രായങ്ങളിൽ നമ്മൾ അടുത്ത വീടുകളിലേക്ക് പോവാൻ വേണ്ടി ചില ഊടുവഴികൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. എല്ലാ വീടുകളിലും മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ കെട്ടിയുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരു വഴി ഇന്നില്ല. ഇങ്ങനെയുള്ള ഈ വഴികളിൽ വർഷകാലമാകുമ്പോൾ ആ വഴിയിലും പുല്ല് വന്ന് നിറയും. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അങ്ങനെ ഒരു വഴിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊന്ന് വഴി തെറ്റും. എന്നാൽ സുപരിചിതമായ വഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ വഴിയിൽ എത്തിപ്പെടുകയും ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ, നിത്യപാരായണമൊക്കെയുള്ള നമ്മളെ പോലുള്ള ഒരാൾ ചില പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അത് മാറ്റി വെക്കേണ്ടി വന്നാൽ വീണ്ടും ആ ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടും. എന്നിരുന്നാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ അവിടെ എത്തിപ്പെടുക തന്നെ ചെയ്യും. അതിന് ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഷഷ്ഠസ്കന്ധത്തിൽ നമ്മൾ അജാമിളന്റെ കഥയിലൂടെ കേട്ട് കഴിഞ്ഞത്. അതുപോലെ ഈ വേനൽക്കാലങ്ങളിൽ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് കർഷകർ ഒരു അണ കെട്ടിയിടുമായിരുന്നു. ഇങ്ങനെയുള്ള ഈ അണകളിൽ വർഷത്തിന്റെ അതിപ്രസരണം കൊണ്ട് ഇത് കുത്തിയൊലിച്ച് ഈ വെള്ളം തോടിലും പുഴയിലും ഒക്കെ എത്തിച്ചേരുമായിരുന്നു. അതായത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ചെളി വെള്ളമായിരിക്കും ആ സമയത്ത്. ഇങ്ങനെയുള്ള ഈ അവസരങ്ങളിൽ ഭഗവാൻ ഗോപന്മാരോടും ബലരാമനോടും ഒപ്പം വനത്തിൽ ചെല്ലുമായിരുന്നു. ഇഷ്ടം പോലെ പുല്ലുകൾ ഉള്ളത് കൊണ്ട് തന്നെ പശുക്കളൊക്കെ വളരെ സന്തോഷമായിരുന്നു. എടുത്തു നടക്കാൻ ബുദ്ധിമുട്ടുള്ള അത്രയും ഘനത്തോടു കൂടിയ അകിട് ഉണ്ടെങ്കിലും ആ സമയത്തും ഭഗവാന്റെ വേണുനാദം കേൾക്കുമ്പോൾ ഈ പശുക്കൾ ഓടിച്ചെല്ലുമായിരുന്നു ഭഗവാന്റെ അടുത്തേക്ക്. ഭഗവാൻ പല പല പേരുകൾ വിളിച്ചിട്ട് ഇവരെ വിളിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഗോപബാലന്മാർ കാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ സമയം ഉണ്ടാവുന്ന ഈന്തപ്പഴങ്ങളും ഞാവൽപ്പഴങ്ങളും ഒക്കെ പറിച്ചെടുക്കുന്ന സമയത്താണ് മഴ വന്നതെങ്കിൽ ഇവരെല്ലാവരും പർവ്വതത്തിന്റെ ഗുഹകളിൽ ചെന്നിരുന്ന് അവ ഭക്ഷിക്കുമായിരുന്നു. നടുക്കിൽ ഭഗവാൻ ഇരുന്ന് ചുറ്റും ഈ ഗോപബാലന്മാരുമായിട്ട് അവരങ്ങനെ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, വർഷകാലം എത്തിക്കഴിഞ്ഞാൽ കാറ്റിന്റെ തീവ്രത കൂടും. ഇങ്ങനെ കാറ്റിന്റെ തീവ്രത കൂടുമ്പോൾ സമുദ്രത്തിൽ ഉണ്ടാകുന്ന തിരമാലകളും മുന്നത്തതിലും കൂടുതൽ ശക്തിയോടെ ആഞ്ഞടിക്കാൻ തുടങ്ങും. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും, അതായത് അസ്വസ്ഥമായ മനസ്സോടുകൂടിയ ഒരു ഗൃഹനാഥന് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ കാരണം എങ്ങനെയാണോ അവരുടെ മനസ്സ് ആടി ഉലിയുന്നത്, അതുപോലെ നമുക്ക് ഈ തിരമാലകളെ കാണുമ്പോൾ തോന്നും. ഇങ്ങനെ ഈ വർഷകാലത്തിന്റെ അതിപ്രസരണം അവസാനിക്കുകയും മെല്ലെ മെല്ലെ അത് ശരത്കാലത്തിലേക്ക് മാറി തുടങ്ങുകയും ചെയ്യും. ശരത്കാലത്തിലേക്ക് മാറുമ്പോൾ ആകാശത്തിൽ ഉണ്ടായിരുന്ന കാർമേഘങ്ങൾ മാറി ഇളം നീല നിറത്തിലേക്ക് മാറും. ചന്ദ്രൻ തന്റെ പൂർണ്ണ പ്രഭാവത്തോടുകൂടി വീണ്ടും തിരിച്ചു വരും. ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ നടുവിൽ, വൃഷ്ണികളുടെ നടുവിൽ എങ്ങനെയാണോ കൃഷ്ണൻ വിലസിച്ചത് അതുപോലെ ചന്ദ്രന്റെ പ്രഭ ഉണ്ടാവും. അതുപോലെ തന്നെ ശരത്കാലമായി തുടങ്ങിയാൽ
ദിവസം മുഴുവനും സൂര്യന്റെ അത്യുഷ്ണം അനുഭവപ്പെടുമെങ്കിലും വൈകുന്നേരങ്ങളിലുണ്ടായ ചന്ദ്രന്റെ ആ ശീതകിരണങ്ങൾ കൊണ്ട് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവുന്നത് പോലെ തന്നെ ഈ ഗോപസ്ത്രീകൾ പകൽ മുഴുവൻ ഭഗവാന്റെ വിരഹത്താൽ ദുഃഖിച്ചിരുന്നുവെങ്കിലും വൈകുന്നേരം ഭഗവാനെ കാണുമ്പോൾ ആ വിരഹം ഒക്കെ അവരങ്ങനെ മറന്നു പോകുമായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വർഷകാലത്തിൽ നിന്നും ശരത്കാലത്തിലേക്ക് വരുമ്പോൾ ആകാശത്തിൽ ഉണ്ടായിരുന്ന കാർമേഘങ്ങളായ ചളികൾ ഇല്ലാതാവുകയും ഭൂമിയിൽ ഉണ്ടായിരുന്ന ചളിവെള്ളങ്ങൾ ഇല്ലാതാവുകയും സമുദ്രത്തിൽ ഉണ്ടായിരുന്ന തിരമാലകളുടെ തീവ്രത കുറഞ്ഞു വരികയും ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് തോന്നും വർണ്ണാശ്രമങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു ധാർമ്മികമായ വഴിയിലൂടെ ജീവിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളെ നീക്കാൻ വേണ്ടി എങ്ങനെയാണോ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ അഭയം പ്രാപിക്കുന്നത്, അതുപോലെയാണ് വർഷകാലത്തുണ്ടായിരുന്ന എല്ലാ സന്താപങ്ങളെയും നീക്കാൻ വേണ്ടി ശരത്കാലത്ത് ആവുന്നത്. അതുപോലെ മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ വർഷകാലത്തിൽ ചെറിയ ചെറിയ ജലാശയങ്ങളിൽ ചെറിയ ചെറിയ മത്സ്യങ്ങളും ചെറിയ ചെറിയ ജീവജാലങ്ങളും ഉണ്ടാവും. ഇവയൊക്കെ അങ്ങനെ അർമാദിച്ച് ജീവിക്കുമ്പോൾ അവരറിയുന്നില്ല ശരത്കാലം വന്നു കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം അല്പമല്പമായി കുറഞ്ഞു വരുന്നുണ്ടെന്ന്. എങ്ങനെയെന്ന് വെച്ചാൽ ഇത്രയും നല്ലൊരു മർത്യജന്മം കിട്ടിയിട്ട് അത് വേണ്ടും വിധത്തിൽ ഉപയോഗിക്കാതെ കുടുംബം, കുട്ടികൾ, പ്രാരബ്ധം എന്നൊക്കെ പറഞ്ഞു ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അറിയുന്നില്ല ദിനം പ്രതി തന്റെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്ന്. ഇങ്ങനെ ഈ ശരത്കാലത്തിന്റെ കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി മറിഞ്ഞു വരുമ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവോട് പറഞ്ഞു കൊടുക്കുകയാണ്, രാജാവേ, ഈ അവസരങ്ങളിൽ സൂര്യോദയങ്ങളിൽ പല തടാകങ്ങളിലും താമര വിടർന്നു ശോഭിച്ചു. എന്നാൽ ഒരു സ്ഥലത്ത് പോലും ആമ്പൽ വിടർന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതിമാനായ ഒരു രാജാവുള്ള ഒരു രാജ്യത്ത് സജ്ജനങ്ങൾ എത്ര സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുവോ അത്രയും ദുഃഖത്തോടെ ആയിരിക്കും ദുർജനങ്ങളായ ജനങ്ങളും കള്ളന്മാരും ജീവിക്കുന്നത്. അതുപോലെയാണ് താമരക്കുളങ്ങളിൽ താമര വിടർന്നപ്പോഴും ആമ്പൽ കുളങ്ങളിൽ ആമ്പൽ ഉണ്ടായില്ലെന്ന്. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഈ അധ്യായം ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് പലർക്കും തോന്നിയ ഒരു സംശയം ഉണ്ടാവും, ഭഗവാന്റെ ബാലലീലകൾ വർണ്ണിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു അധ്യായത്തിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രകൃതിയിൽ ഋതുക്കൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് വർഷകാലവും ശരത്കാലവും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുമെങ്കിലും പ്രകൃതി ഇവരോടൊന്നിനോടും ഒട്ടാറില്ല. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലങ്ങളും നല്ല കാലങ്ങളും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ കഷ്ടകാലം വരുമ്പോൾ അതിൽ തളരാനോ നല്ല കാലം വരുമ്പോൾ അതിൽ ആഹ്ലാദിക്കാനോ നിൽക്കാതെ ഈ കാലഘട്ടവും എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ തീർച്ചയായും നമ്മളൊരു ആധ്യാത്മിക പാതയിലൂടെ നടന്നേ മതിയാവുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ഭാഗവതം എന്ന് പറയുന്ന ഒരു ഉത്തമ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഈ സംസാര സാഗരം തരണം ചെയ്യാൻ വേണ്ടി ഗുരുവായൂരപ്പൻ നമ്മളെ ഓരോരോ ആൾക്കാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ ഭഗവാന്റെയും ഗുരുനാഥന്റെയും സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ അർപ്പിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു. വളരെയധികം സന്തോഷം. എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാളും ഒക്കെ എത്ര 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 മെച്ചപ്പെട്ട പ്രഭാഷണം പോരാ. ഈ ഒരു 19 ചെറിയ അധ്യായം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളുടെ സാഹചര്യങ്ങളെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഈ ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളെയും കൂടെ കൂട്ടി ഇണക്കി ഉള്ള പ്രഭാഷണം വളരെയധികം പ്രയോജനകരമായി. ശരിക്ക് തൊട്ടു മുമ്പുള്ള ബിന്ദുവിന്റെ പ്രഭാഷണത്തിനോട് ചേർന്ന് വന്നിരുന്നത് അതേ പാറ്റേൺ തന്നെയായിരുന്നു രജനി ചേച്ചിയുടെ അവതരണവും. സത്യത്തില് വളരെയധികം സന്തോഷം അല്ലേ. നമ്മള് ധനം കൂട്ടി 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 വെച്ച് ഭഗവാൻ മഴയായിട്ട് തരുന്നുണ്ടെങ്കിൽ അതേപോലെ വേണം അല്ലേ ഭരണാധികാരികൾ. തീർച്ചയായിട്ടും എത്ര 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 ചെറിയ അധ്യായങ്ങളിൽ പോലും ഈ കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പോലെ
ചെറിയ അധ്യായങ്ങൾ പോലും വലിയ കാര്യങ്ങളാണ്. അപ്പം ഏതും ഭാഗവതത്തില് മികച്ചതാണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കണക്ക്. വളരെയധികം സന്തോഷം. ഇങ്ങനെയുള്ള പ്രഭാഷണമായിരിക്കാം ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചത്. അതുകൊണ്ടായിരിക്കും ഓരോ അധ്യായമായിട്ട് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചതും എടുപ്പിച്ചതും ഒക്കെ. എന്തായാലും ഇനിയും 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 നമുക്ക് ആ രജനി സുകുമാരന്റെയും അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രഭാഷകരുടെയൊക്കെ അറിവുകളെ നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. അവർക്കും ഈ പറഞ്ഞ പോലെ ധാരാളം കാലം സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാനും ഈ ഭാഗവതത്തെ മുറുക്കി പിടിക്കുവാനും അല്ലെ, ഭാഗവതത്തിലൂടെ ജീവിക്കുവാനും സത്യത്തെ മനസ്സിലാക്കാനും ഒക്കെ ഗുരുവായൂരപ്പൻ വേണ്ട പോലെ ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.